നമസ്കാരം. ബഹിരാകാശത്ത് വെച്ച് ഇരട്ട ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഇത് ചെറിയ അനിശ്ചിതത്വം നേരിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ISROയ്ക്ക് ഇതിനെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്? 2 തവണയാണ് ഡോക്കിംഗ് ദൗത്യം ISRO മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്ക് കാരണം പരിശോധിക്കാം. ISRO നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ഈ ഡോക്കിംഗ് ദൗത്യം എന്താണെന്ന് പരിശോധിക്കാം. PSLV C-60 റോക്കറ്റിന്റെ സഹായത്തോടെ കഴിഞ്ഞ ഡിസംബർ 30-നായിരുന്നു ISRO ഇരട്ട പേടകങ്ങൾ ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചത്. 2 പേടകങ്ങളുണ്ട്, സ്പാഡക്സ് 1, സ്പാഡക്സ് 2. ഈ 2 പേടകങ്ങളെയും നമുക്ക് ചേസർ എന്നും ടാർഗറ്റ് എന്നും വിളിക്കാം. 2 പേടകങ്ങളും 3 സെക്കൻഡ് വ്യത്യാസത്തിലായിരുന്നു ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചത്. വിക്ഷേപിക്കുമ്പോൾ 30 കിലോമീറ്റർ അകലമുണ്ടായിരുന്നു ഈ ഇരട്ട പേടകങ്ങൾ തമ്മിൽ. ചേസർ എന്ന പേടകം ടാർഗറ്റ് എന്ന പേടകത്തെ തൊടും വിധം അകലം കുറച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഇനിയുള്ളത്. അതായത് 30 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഉപഗ്രഹങ്ങളെ 2 പേടകങ്ങളെയും 3 മീറ്റർ ദൂരപരിധിയിൽ എത്തിക്കണം. അതും ഘട്ടം ഘട്ടമായി. ആദ്യം ഈ പരീക്ഷണം നടന്നത് 5 കിലോമീറ്റർ ആയി ഇവയുടെ ദൂരപരിധി കുറക്കുന്ന രീതിയിലാണ്. ഇത് നിർണായകമാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഡോക്കിംഗ് വിൻഡോ ഓപ്പൺ ആകുന്നത്. പിന്നീട് ഇതിന്റെ പ്രവേഗം നിയന്ത്രിച്ച് ഇതിനെ 1.5 കിലോമീറ്റർ അകലത്തിൽ എത്തിക്കും. അവിടെ വെച്ച് നിർണായക ഘട്ടമാണ്. ഉപഗ്രഹങ്ങളുടെ സെൻസറുകൾ ഓൺ ആകുകയും ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിൽ ആശയവിനിമയം നടക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും അകലം കുറച്ചുകൊണ്ടുവരുന്നു. 1.5 കിലോമീറ്റർ എന്നത് 500 മീറ്റർ ദൂരപരിധി ആകുന്നു. പിന്നീട് അത് 225 മീറ്റർ ദൂരപരിധിയാകുന്നു. പിന്നീട് 15 മീറ്റർ ദൂരപരിധിയാകുന്നു. ഏറ്റവും ഒടുവിൽ ഡോക്കിംഗ് പ്രവർത്തനം നടക്കണമെങ്കിൽ ഈ ഉപഗ്രഹങ്ങളുടെ ദൂരപരിധി 3 മീറ്ററായി ചുരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ദൂരപരിധി ISRO കുറച്ചു വരുന്നത്? പ്രവേഗം നിയന്ത്രിച്ചുകൊണ്ട്, ഭൂമിയിൽ നിന്ന് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവേഗം കുറച്ചു കൊണ്ടുവന്ന് പേടകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ ഇതിനെ ഡോക്ക് ചെയ്യുന്ന പ്രക്രിയ നടത്തേണ്ടത്. ഈ പ്രക്രിയയിൽ ഇപ്പോൾ പേടകങ്ങൾ 225 മീറ്റർ അകലത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കൂട്ടിയിടി നടക്കാനുള്ള സാഹചര്യമാണ് ISRO മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു തരത്തിലും ഇടിച്ച് തകർക്കപ്പെടാതിരിക്കാൻ, ഈ 2 പേടകങ്ങളും തകർന്നു പോകാതിരിക്കാനുള്ള ഒരു പ്രതിസന്ധി ISRO നേരിടുകയാണ്. അത് വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ISRO നടത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ലാഘവത്തോടെ നമ്മൾ എടുക്കും. പക്ഷെ അങ്ങനെയല്ല. വളരെ ശ്രമകരമായ ദൗത്യമാണ് ISRO ബഹിരാകാശത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗൃഹാന്തര ദൗത്യങ്ങൾ, അതായത് ചന്ദ്രയാൻ പോലുള്ള ദൗത്യങ്ങൾക്കും നമ്മുടെ സ്വന്തമായി ഇന്ത്യക്ക് ബഹിരാകാശ നിലയം സ്ഥാപിക്കണമെന്നൊരു സ്വപ്നമുണ്ട്. അതിനുമൊക്കെ ഏറെ നിർണായകമാണ് നമ്മൾ ഈ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുക എന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് ISRO നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ റഷ്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഇടം പിടിക്കാൻ പോകുന്നത്. ഇതുവരെ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ളത്. നമുക്കറിയാം, ബഹിരാകാശത്തേക്ക് പഠനത്തിന് പേടകങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പേടകങ്ങൾ പോയി പിന്നീട് അത് കൂട്ടിയോജിപ്പിച്ചാണ് ഒരു ബഹിരാകാശ നിലയം പോലുള്ള സംഭവങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത്. നമുക്കും ഭാവിയിൽ ഇത്തരം ഒരു ബഹിരാകാശ നിലയം നമ്മൾ പദ്ധതിയിട്ടിട്ടുണ്ട്. അത് വിജയിക്കണമെങ്കിൽ ഈ സാങ്കേതിക വിദ്യ നമ്മൾ സ്വായത്തമാക്കണം. എന്തായാലും ISRO ഇത് നമുക്ക് സാധിച്ചു തരുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ISROയ്ക്ക് ഈ പ്രക്രിയയിൽ വിജയിക്കാനാവട്ടെ. ഡോക്കിംഗ് എക്സ്പെരിമെന്റിൽ വിജയിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും.